അങ്ങനെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഇന്നു മുതൽ സർക്കാർ ഉൽപ്പന്നമായി മാറുകയാണ്, ഒരു സർക്കാർ ഉൽപ്പന്നമായിട്ട് മാറുകയാണ്. ഇതൊരു വിചിത്രമായൊരു അവസ്ഥയാണ്. ഈ സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ്, ഒരു ഫൺ ഫിലിമാണ്, ഒരു ഫൺ ജോണറിലുള്ള സിനിമയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പരാമർശമില്ല, ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നില്ല. ഈ സിനിമയുടെ കഥയ്ക്ക് ഏറ്റവും ചേരുന്ന പേരാണിത്. ഇത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു പേരാണ്. അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം. ഈ സിനിമ കണ്ടിട്ട് സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് യു സർട്ടിഫിക്കറ്റാണ്. ആകെയുള്ളൊരു കണ്ടീഷൻ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്നാണ്. ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമ വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. മുമ്പ് ചക്ത ഇന്ത്യ ഉണ്ടായിട്ടുണ്ട്. ഭാരതം വരുന്ന ഒരുപാട് പേരുകൾ സിനിമയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഇത് പുതിയ സിനിമകൾ ഹിന്ദിയിലും തെലുങ്കിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഭാരതമുള്ള പേരുകളുണ്ട്. അപ്പോൾ ആ സിനിമകൾക്കൊക്കെ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കൊച്ചു മലയാള സിനിമയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരാഴ്ച മാത്രം റിലീസിനുള്ള സമയത്ത് ഒട്ടിച്ച ഫ്ലക്സുകളിലും ഒട്ടിച്ച പോസ്റ്ററുകളിലും മുഴുവൻ ഭാരതത്തിനെ കരിവാരി തേക്കേണ്ട അവസ്ഥയാണ്. അത് വിചിത്രമാണ്. സാർ, സത്യം പറയാം, സെൻസർ ബോർഡിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് വ്യക്തികൾ മാത്രം കാണുന്ന ഒരു പടം. അതിനിപ്പോൾ ഇത്രയും റിലീസിന് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിനുണ്ടാകുന്ന ഒരു നഷ്ടമുണ്ടല്ലോ. അതിനുണ്ടാക്കിയ പടം അല്ല, അതാ പറഞ്ഞത്. ഇത് സിനിമ കണ്ട് സിനിമയെക്കുറിച്ച്, സിനിമയുടെ സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് യാതൊരു അഭിപ്രായമില്ല. ഈ ന്യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിൻ്റെ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്ന് പറയുമ്പോൾ ആർക്കാണ് ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നത് ആരാണെന്നാണ് മനസ്സിലാവുക. ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ അഭിമാന പുളകിതരാവണമെന്നാണല്ലോ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഭാരതം എന്ന് കേൾക്കുമ്പോൾ ആർക്കൊക്കെ ചൊറിയുന്നുണ്ട്. അതാണ് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ആയിരിക്കണമല്ലോ. സാർ, ഇത് സെൻസർ ബോർഡിൻ്റെ നിയമങ്ങൾ മാറാനുള്ള സമയമായില്ലേ? സെൻസർ ബോർഡിൻ്റെ നിയമത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് കുഴപ്പം. അവിടെ ഇരിക്കുന്ന ആളുകൾ ബാലിശമായിട്ട് ചിന്തിക്കുന്ന സങ്കുചിത മനസ്കരായിട്ടുള്ള കുറച്ച് ആളുകൾ. അത് വേറെ എന്താ പറയുക? സത്യം പറയാം, ആസ് ആൻ ആർട്ടിസ്റ്റ് ഇങ്ങനൊരു സിനിമ, ഇങ്ങനൊരു പേര് വരുമ്പോൾ ഇത്ര പ്രൊമോഷൻ കഴിഞ്ഞു, ഡിജിറ്റൽ പ്രൊമോഷൻ അല്ലാത്ത പ്രൊമോഷൻസ് എല്ലാം കഴിഞ്ഞു. ഈ അവസാന നിമിഷം ഇങ്ങനൊരു ഇത് വരുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത്? സിനിമ എന്ന വളരെ വിഷമമുണ്ട്. അത് മാത്രമല്ല, പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും കുറേ കാശിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇവൻ ഈ പോസ്റ്റേഴ്സ് തന്നെ എത്രയും അടിച്ചിറക്കി. ഇതെല്ലാം ഇനി മാറ്റണ്ടേ? അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അടിയാണ്. അത് ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. അതിനൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു. ഒരു പടത്തിൻ്റെ ഐഡൻറ്റിറ്റി അതിൻ്റെ പേരാണ്. അപ്പോൾ ഞങ്ങൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി ഇറ്റ്സ് എ ഫൺ എൻ്റർടൈനർ. പൊളിറ്റിക്സും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ച് അപ്പോൺ ചെയ്യാത്തൊരു മൂവിയാണ്. പിന്നെ ഈ ക്ലീൻ യു കിട്ടി സെൻസർ ബോർഡിൽ നിന്ന്. പക്ഷെ ഒരു ടൈറ്റിലിന് ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് പോവും, ഇത് മാക്സിമം പുഷ് ചെയ്യും. ബിക്കോസ് നല്ലൊരു സിനിമയാണ്, കാണുന്നവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയുക, സ്റ്റേറ്റിലോട്ട് എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു രീതിക്ക് അവർ നമ്മൾക്കൊരു പ്രൊമോഷനും കൂടെയായി തരുന്നത്. ഒരു ഡീ പ്രൊമോഷനും ഒരു പ്രൊമോഷനും കൂടെ ബൈ ഡിഫോൾട്ട്. സത്യം പറയാം, മലയാള സിനിമയിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നത് നോക്കിയിരുന്നുണ്ടോ? മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇങ്ങനൊരു, ബാക്കി ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് വിവരമില്ല. അല്ല ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇതിലെ പ്രശ്നങ്ങൾ നടക്കുവാണെങ്കിൽ നേരത്തും കാലത്തും പറഞ്ഞ് സ്പോട്ടിൽ അല്ലെങ്കിൽ ഇറക്കുന്നതിൻ്റെ ബാക്കി ഇൻഡസ്ട്രിയിൽ എന്താ നടക്കണമെന്നുള്ളത് അറിയില്ല. ഇതെങ്ങനെ പറയാം? ഞാൻ ചെയ്ത ഒരു LIC എന്ന് പറഞ്ഞ ഞങ്ങളൊരു പടം ടൈറ്റിൽ ചെയ്തിരുന്നു. വിഘ്നേഷ് ശിവന്, പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി. അപ്പോൾ അവർ LIC എന്ന് പറഞ്ഞ പൂജയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ LIC എന്നുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അവർ ഒരു വാർണിംഗ് തന്നു പേര് മാറ്റാൻ. പക്ഷെ അത് ഷൂട്ട് തുടങ്ങുന്ന മുമ്പായി.
അപ്പോൾ പറഞ്ഞ പോലെ ഒരു ടൈമുണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് ക്രിയേറ്റീവ്ലി ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇത് മാറ്റിയിട്ട് എന്ത് എടുക്കാം എന്നുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതില്ല. അതാണൊരു വലിയ ഇതിപ്പം ലാസ്റ്റ് മിനിറ്റാണ് ഈ ഒരു ചേഞ്ച്. ആക്ച്വലി നേരത്തെ ഈ പേരാണ് ഇതൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോഴും ആരും ഇത് പറഞ്ഞിട്ടില്ല. ഈ ഒരു നിമിഷം എന്താണ് എന്നുള്ളത്. ഞങ്ങളുടെ മൂവി ഒരു ഫൺ എന്റർടൈനർ ആണ്. എനിക്ക് തോന്നുന്നു പടം റിലീസായി കഴിഞ്ഞ് ഇതൊന്നും റെലവെന്റ് ആയിരിക്കില്ല. ഇതൊരു ചെറിയൊരു ബംപ് ഓൺ ദ റോഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നുള്ളൂ. കോൺഫിഡൻ്റ് ആണ് പടത്തിൻ്റെ കണ്ടന്റും ഫാമിലിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് ഇഷ്ടമാവുന്നൊരു ഇതുണ്ട്. സോ എന്തായാലും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പ്രശ്നമാവാതെ നാളെ ആവുമെന്ന് എനിക്കൊരു വിശ്വാസം. അതേപോലെ ഈ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളൊരു പേര് ഈ പടത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഭാരതം അതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പം അത് ഏതെങ്കിലും തരത്തിൽ സിനിമയെ ബാധിക്കും? സിനിമയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അതൊരു ഫണ്ണി ഇതാണ്. ഇത് ഏത് സർക്കാർ ഉൽപ്പന്നമാണ്. ഇത് ഏത് സർക്കാരിൻ്റെ അടുത്ത് പോയാലും ഇതൊരു അവിടുത്തെ ഒരു ഉൽപ്പന്നമായിരിക്കും. അതായത് ഭാരതം അതൊരു ഫണ്ണി വേ ആണ്. അപ്പം ഭാരതം എടുത്ത് മാറ്റുമ്പോൾ ബി ആസ് എൻ ഇന്ത്യൻ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു ആ ഒരു സാധനത്തിനെ ചോദ്യം ചെയ്ത പോലെയാണ്. പക്ഷേ ഫണ്ണി നോട്ട് ഇത് ഏത് നാട്ടിൽ പോയാലും ഓടും. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളൊരു ടൈറ്റിൽ റിലീസിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് മാറ്റണമെന്ന് പറയുമ്പോൾ ഒരു ഷോക്കായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പടം ഇനിയും നീട്ടാൻ പറ്റില്ല അതിൻ്റെ റിലീസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് അപ്പീൽ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യം പോലെയാണ് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതുകൊണ്ട് ഞങ്ങൾ പടം റിലീസ് ചെയ്യുന്നു. ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണ് അതിൻ്റെ റീ ബ്രാൻഡിങ്ങും റീ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും പടം ഒരു ഫൺ എൻ്റർടൈനറാണ്. ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ അതെന്തായാലും കൺവേ ആവുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. മാർച്ച് 8-ാം തീയതിയാണ് ഞങ്ങൾ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. പടം കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അത് തന്നെയാണ് വിശ്വാസം. ഈ സംഭവം നമ്മളാകെ പ്രതിസന്ധിയിലാണ്. കാരണം നമ്മുടെ സിനിമയുടെ ഏറ്റവും മനോഹാരം എന്ന് പറഞ്ഞാൽ ആ പേരാണ്. ആ പേര് പോയത് ഒരു നമ്മൾ തല പോയവരാണ്. ഇത് കേരളത്തിലുള്ള ഒരു അവഗണന തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? ഈ കേരളത്തിലുള്ള അപകടന ഞാൻ ഇത് എന്താ പറയുക, എല്ലാ മനുഷ്യന്മാരോടും അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടുള്ള അവഗണനയായിരുന്നു. ഇത് കേരളത്തോടുള്ള അവഗണന എന്ന് ഞാൻ പറയില്ല. അവരെന്താണോ ചിന്തിക്കുന്നത്, അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടുള്ള അപകടവും പ്രതികാരമില്ല. നമ്മുടെ സിനിമ ഇറക്കിയേ പറ്റും. അപ്പോൾ എന്തിനു നമ്മൾ നിന്ന് കൊടുക്കണം? അവർ പറയുന്ന പേരോട്ട് നമ്മളിപ്പോൾ ഈ പേരിട്ടത് നമ്മൾ നിന്ന് കൊടുത്തേ പറ്റും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിസ്സഹായരാണ്. ഈ ബഹുമാനപ്പെട്ട സെൻസർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് വലിയ സിനിമയുടെ ഒരു ഉന്നതാധികാര ബോഡിയാണ്. ആ ബോഡിയോടൊന്നും കളിക്കാൻ നമുക്ക് പറ്റില്ല. അവർ പറയുന്ന പോലെയാണ്. നാളെ സെൻസർ ചെയ്താൽ നമ്മൾ ഇത്തിരി പൈസ മുടക്കി അത് നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇതിൽ സൂപ്പർ സ്റ്റാറൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗൂഗിളിലടക്കം എൻ്റെ നമ്മുടെ സിനിമയിൽ വന്നത് ആ സിനിമയുടെ പേരിലേക്കും ആ സിനിമയുടെ കഥയോടും ഇഷ്ടം കൊണ്ടാണ്. പിന്നെ നമ്മളോടുള്ള സൗഹൃദം അത് അങ്ങനെയൊക്കെയാണ് ഈ സിനിമ ഉണ്ടായത്. വളരെ കഷ്ടപ്പെട്ടിട്ട്. പക്ഷേ ഇവരിപ്പം പറയുന്ന ന്യായങ്ങൾ നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. പക്ഷേ നമ്മൾ എന്തായാലും ഒരു സർക്കാർ ഉൾപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകും. ഈ ഒരു സിസ്റ്റം മാറണം തന്നെയാണ് സെൻസർ ബോർഡിന്റെ ഈ സിസ്റ്റം മാറുമ്പോൾ നമ്മൾ സോളിഡ് റീസൺ പറയണമല്ലോ. എന്തിനാണ് നമ്മൾ പേര് മാറ്റുന്നത്? റീസൺ പറയണമല്ലോ. റീസൺ നമുക്ക് കൺവിൻസിങ് ആയിരിക്കും, നമുക്ക് മാറ്റാം. പക്ഷെ ആ റീസൺ പറയാത്തത് അത് ഭയങ്കര സങ്കടമുള്ള പരിപാടി. അതൊന്നും പറയാൻ പറ്റില്ല. ഈ പേര് മാറ്റണം എന്ന് പറയുന്നത് റീസൺ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ദോഷം ഉണ്ടാകും, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് റീസൺ പറഞ്ഞാൽ നമുക്ക് മാറ്റുന്ന കുഴപ്പമില്ല. ഇതൊരു റീസൺ പറയാതെ നമ്മൾ ചുമ്മാ പേര് മാറ്റാൻ ഭയങ്കര സങ്കടമുള്ള. കാരണം ഈ സിനിമയുടെ സബ്ജക്റ്റിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും ചേർന്ന പേരാണ് ഒരു ഭാരത സർക്കാർ. അപ്പോൾ അത് മാറ്റണം, ഒരു കാര്യമല്ല മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള. കൂടുതൽ പ്രതിഷേധം വല്ലതും ഉണ്ടാകുമോ? ഇല്ല, കാരണം ഇപ്പോൾ സുബീഷ് പറഞ്ഞത് ചെറിയ സിനിമയാണ്, കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ അതോറിറ്റിയാണ് സിനിമ. അപ്പം നമുക്ക് അവരെ വെറുപ്പിച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല, സർട്ടിഫിക്കറ്റ് ഇടാൻ ചെയ്യാനും പറ്റില്ല. നമ്മളിത് അറിയിക്കും, നമുക്ക് ഇത് നമ്മുടെ ഒരു സങ്കടവും നമ്മൾ നാട്ടുകാരെ അറിയിക്കും.